നമസ്കാരം. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നിരുന്ന വികസന പദ്ധതികളെല്ലാം മുന്നും പിന്നും നോക്കാതെയും വേണ്ട പഠനങ്ങളും നടത്താതെ വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ആനക്കാംപൊയിലിനും വയനാട് മേപ്പാടിക്കുമിടയിൽ 2134 കോടി ചിലവിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന 8.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള വയനാട് ഇരട്ട ട്യൂബ് തുരങ്കപാതയ്ക്ക് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നൽകിയ പാരിസ്ഥിതികാനുമതിയിൽ അതീവ ഗുരുതരമായ ദുരൂഹതകളും വൈരുദ്ധ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2026 മാർച്ചിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ പാറ പൊട്ടിച്ച് നിർമ്മാണം തുടങ്ങിയ ഈ ഒരു പദ്ധതി വലിയൊരു മനുഷ്യനിർമ്മിത ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മണ്ണിടിച്ചിലിന് കനത്ത സാധ്യതയുള്ള അതീവ ദുർബല ഭൂപ്രദേശത്തിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നതെന്ന് പാരിസ്ഥിതികാനുമതി നൽകിയ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. 2019-ലും 2024-ലും ഈ പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് 2025-ൽ നൽകിയ റിപ്പോർട്ടിൽ സമ്മതിക്കുന്നുമുണ്ട്. ഈ പദ്ധതിക്ക് അനുമതി നൽകിയ നിർണായക യോഗത്തിൽ 3 പ്രമുഖ അംഗങ്ങൾ പങ്കെടുത്തിട്ടുമില്ല. ഇത്രയധികം പ്രതിസന്ധികളും അപകട സാധ്യതകളും സ്വന്തം റിപ്പോർട്ടിൽ തന്നെ എഴുതി വെച്ച ശേഷം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇരട്ട തുരങ്കപാത നിർമ്മാണത്തിന് 13-അംഗ സമിതി എങ്ങനെ അനുമതി നൽകിയെന്നതിലാണ് ഇപ്പോൾ വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ പാറ തുറക്കുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ സ്ഫോടനങ്ങൾ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും അത് വൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. അതീവ പാരിസ്ഥിതിക ദുർബലമായ പശ്ചിമഘട്ട പ്രദേശങ്ങളിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത്. എന്നാൽ മുൻ സർക്കാർ നൽകിയ ഔദ്യോഗിക രേഖകളിൽ ഈ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്ന യഥാർത്ഥ ആഘാതം എത്രയെന്ന് എവിടെയും പറയുന്നില്ലെന്നത് വൻ വീഴ്ചയാണ് വ്യക്തമാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ മലയോര മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം ക്രമാതീതമായി കൂടുമെന്ന വിവരവും റിപ്പോർട്ടിലുണ്ട്. ഇത്രയും ഭീകരമായ അവസ്ഥയുണ്ടായിട്ടും പിണറായി വിജയൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള പന്താട്ടമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതീവ ഗുരുതരമായ അപകട മുന്നറിയിപ്പുകൾ നിർമ്മാണ കമ്പനി പൂർണ്ണമായും അവഗണിച്ചെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് നിർമ്മാണ ചുമതലയുള്ള ദിലീപ് ബിൽകോൺ എന്ന കമ്പനിക്ക് കഴിഞ്ഞ ജൂൺ 14-ന് GSI ഔദ്യോഗികമായി നൽകിയ സുപ്രധാന റിപ്പോർട്ടാണ് കമ്പനി അപ്പാടെ അവഗണിച്ചത്. സുരക്ഷാ ഭിത്തിയുടെ ഇടതുഭാഗത്ത് വലിയ രീതിയിലുള്ള വിള്ളൽ ഉണ്ടായിരുന്നുവെന്ന് GSI റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും കമ്പനി തന്നിഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തത്. പാറയുള്ളതും കഠിനവുമായ സ്ഥലങ്ങളിൽ ചെയ്യേണ്ട റോക്ക് നെയിലിംഗിന് പകരം മണ്ണുള്ളിടത്ത് ചെയ്യുന്ന സോയിൽ നെയിലിംഗ് നടത്തിയതായുള്ള വൻ സാങ്കേതിക പിഴവും GSI റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ മലവെള്ളം ഒലിച്ചു വരുമ്പോൾ അത് സുരക്ഷിതമായി വാർന്നു പോകാനുള്ള മതിയായ ദ്വാരങ്ങൾ അഥവാ വീപ്പ് ഹോൾസ് സുരക്ഷാ ഭിത്തിയിൽ ഇല്ലാതിരുന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി ഇരട്ടിയാക്കിയെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ശാസ്ത്രീയ മുന്നറിയിപ്പുകളെല്ലാം തന്നെ കൺമുന്നിൽ ഉണ്ടായിട്ടും അത് പൂർണ്ണമായും അവഗണിച്ചതാണ് വയനാട്ടിലെ ഈ വൻ ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത്. ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് പോലെ അവിടെ ഇടിഞ്ഞു വീണത് വെറും ഒരു മൺകൂനയല്ല, മറിച്ച് കോടികൾ മുടക്കി നിർമ്മിച്ച സുരക്ഷാ ഭിത്തി തന്നെയാണ് തകർന്നു വീണതെന്ന് വിദഗ്ധ പഠനത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. യാതൊരുവിധ ആഴത്തിലുള്ള പാരിസ്ഥിതിക പഠനങ്ങളും നടത്താതെ പ്രകൃതിയുടെ ഘടന പോലും നോക്കാതെ ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ട മുൻ പിണറായി വിജയൻ സർക്കാരിന്റെ വൻ അനാസ്ഥയാണിത്. ഈ വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെ തുറന്ന് പാവപ്പെട്ടവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു രീതി കേരളത്തിൽ ഇനി അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും മനുഷ്യജീവനെ പണയം വെച്ചുകൊണ്ട് ഈ മണ്ണിൽ മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് നിലവിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ്.